ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ഒരു കിഡിലൻ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. വളരെ എളുപ്പമാണ്, അതേസമയം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ നമ്മളിത് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു 3-4 ദിവസം വരെ കേടുകൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് ഇത് പറ്റും. അപ്പോൾ നമുക്ക് എപ്പോഴാണോ കുടിക്കേണ്ടത് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ എടുത്ത് കുടിക്കാവുന്നതാണ്. അത്രയും രുചിയാണ് ഈ ഒരു ഡ്രിങ്കിന്. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് 500 ml പാല് ചേർക്കുന്നുണ്ട്. ഇത് 250 ml കപ്പാണ്. ഇപ്പോൾ മിൽമയുടെ പാലൊക്കെ നമുക്ക് കിട്ടില്ലേ, അത് വാങ്ങിയാൽ മതി. 500 ml പാല് വാങ്ങിയാൽ മതി. അപ്പോൾ 2 കപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിതാ 1 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാക്കി വന്ന ഒരല്പം ഏകദേശം ഒരു 1/3 കപ്പ് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് പാലും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കോൺഫ്ലോർ മിക്സ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ പാല് എക്സ്ട്രാ ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താലും മതി. പാല് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 5 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം. ഒരു മീഡിയം മധുരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും മധുരം വേണമെങ്കിൽ ഒരു 6-7 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂൺ അളവിൽ കുറച്ച് പിസ്തയും ബദാമും പൊടിച്ചത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചേർത്ത് കൊടുക്കണം. കാരണം നമ്മളിത് കുടിക്കുമ്പോൾ ഇത് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇത് ചേർക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. കോൺഫ്ലോർ ചേർക്കുമ്പോഴൊന്നും ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. നട്ട്സ് ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിം അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കോൺഫ്ലോർ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡ്രിങ്ക് ചെറുതായിട്ടൊന്ന് കട്ടിയായി വരാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പാലും ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് അത്രയും എഫേർട്ട് എടുക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കോൺഫ്ലോർ ഇല്ലയെന്നുണ്ടെങ്കിൽ മൈദയും ചേർക്കാം. ഞാനെടുത്ത അതേ അളവിൽ തന്നെ മൈദയും ചേർത്ത് കൊടുത്താൽ മതി. ഈ റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ബദാം മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ വില കുറവാണ്. ഏത് ഷോപ്പിലും, ബേക്കറി ഷോപ്പ് ആണെന്നുണ്ടെങ്കിലും സൂപ്പർ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു എസൻസ് ആണിത്, ബദാം മിക്സ്. ഇത് നിങ്ങൾ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും മേടിച്ച് വെക്കണം. നമുക്ക് ഒരുപാട് റെസിപ്പീസ് ഇതുമായിട്ട് ഉണ്ടാക്കാം. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡ്രിങ്കൊക്കെ കുടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ബദാം മിക്സ് ചേർത്തിട്ട് നമ്മൾ ഡ്രിങ്കൊക്കെ ചെയ്തെടുക്കാനാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും അതൊന്ന് മേടിച്ച് വെക്കാം. അപ്പോൾ ബദാം മിക്സും നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അല്പം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ആ ഒരു ഫ്ലേവർ ചെറുതായിട്ടൊന്ന് വന്നാൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ അളവിൽ ക്രീമാണ്, ഫ്രഷ് ക്രീം. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീം ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ക്രീം ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പാലിവിടെ ഇതാ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഞാനൊരു 15 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. 15 to 20 മിനിറ്റ് എടുക്കും. വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, ഒരു ഇത്തിരി തിക്കായി വന്നാൽ മതി. ആ പാലിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി പോയിട്ട് വളരെ ചെറുതായിട്ടൊന്ന് തിക്കായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചൂടൊക്കെ മുഴുവനായിട്ട് മാറിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് തണുപ്പിച്ചിട്ട് നമുക്കിത് കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാനിതാ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്രീസറിലാണ് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇത് ഇത്തിരി കട്ടയായി പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കിഡിലൻ ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കണം. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. താങ്ക്